So students, ഇന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്നുള്ള ആ പാഠഭാഗത്തിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറുകളെയാണ് നമ്മളൊന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ സഹായം കിട്ടുകയും ചെയ്യും. ആദ്യം മുതൽ നമ്മൾ പോവുകയാണ്. The first artificial bacteria become a reality through genetic engineering. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, the first artificial bacteria become a reality through dash. If that is the question, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ ഇൻ വിച്ച് വേസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ബിക്കം എ റിയാലിറ്റി എന്ന് ചോദിച്ചാലും നിങ്ങൾ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് എഴുതുക. ഐ സപ്പോസ് ആ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ജനറ്റിക് എൻജിനീയറിംഗ് എന്നുള്ള ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയം വാസ് ക്രിയേറ്റഡ് അറ്റ് ഡാഷ് എന്ന് ചോദിച്ചാൽ കേംബ്രിഡ്ജ് എന്ന് എഴുതുക. അല്ലെങ്കിൽ വേർ ഡിഡ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയം വാസ് ക്രിയേറ്റഡ് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അറ്റ് കേംബ്രിഡ്ജ് എന്ന് നിങ്ങൾ എഴുതുക. വൺ വേർഡായിട്ട് ചോദിക്കാം. ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയം ഈസ് ഈ കോയിൽ ബാക്ടീരിയം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയം ഈസ് ഡാഷ് ബാക്ടീരിയം എന്ന് ചോദിച്ചാൽ ഈ കോയിൽ ബാക്ടീരിയം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ഈ കോയിൽ ബാക്ടീരിയം എന്ന് എഴുതാം. ഞാൻ ഈ ചോദ്യങ്ങൾ എഴുതിയിട്ട് ആൻസറായിട്ട് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഈ കോയിൽ ബാക്ടീരിയം ലീവ്സ് ഇൻ ദ ഡാഷ് ആൻഡ് ഡാഷ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ലീവ്സ് ഇൻ ദി ഇൻഡസ്റ്റൈൻ ആൻഡ് സോയിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വേർ ഡു ഈ കോയിൽ ബാക്ടീരിയം ലീവ്സ് എന്ന് ചോദിച്ചാൽ ഇൻഡസ്റ്റൈൻ ആൻഡ് സോയിൽ എന്ന് എഴുതിയാൽ ആൻസർ കറക്റ്റായി തീരും. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണ്. മൂവ്മെൻറ്റ്, റെസ്പോൺസ്, റെസിപ്രിയേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എക്സെട്ര ആർ ദ സയൻസ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ സയൻസ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക ദ സയൻസ് ഓഫ് ലൈഫ് ആർ മൂവ്മെൻറ്റ്, റെസ്പോൺസ്, റെസിപ്രിയേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. ഓക്കെ, അതൊരു വൺ വേർഡായിട്ട് ചോദിക്കാം. ആറാമത്തെ ചോദ്യം, സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. Here we can ask, dash is the basic structural and functional unit of life എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക സെൽ. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചാൽ എഴുതുക സെൽ എന്ന് എഴുതുക. കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ് ആണ്. അവിടെ നമുക്ക് ചോദിക്കുകയാണ്, വേർ ഡു കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ. ഓക്കെ, അത് ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുവാണ്. മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. ഓക്കെ, മെനി ഡാഷ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ എഴുതുക മെനി മോളിക്യൂൾസ് എന്ന് എഴുതുക. ഓക്കെ, മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ ഡാഷ് ആൻഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് എഴുതുക. വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് എഴുതുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഒൻപതാമത്തെ ചോദ്യം, ദ കോമ്പിനേഷൻസ് ഓഫ് ദ മോളിക്യൂൾസ് ദോസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ ആർ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, ദ കോമ്പിനേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദോസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. വാട്ട് ആർ ദ കോമ്പിനേഷൻ ഓഫ് മോളിക്യൂൾസ് റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. സോ ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി പത്താമത്തെ ചോദ്യം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പം വാട്ട് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്നൊരു ചോദ്യം വന്നാൽ ഇങ്ങനെ എഴുതുക കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ ഡാഷ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഡാഷ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതുക കാർബൺ ഡയോക്സൈഡ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഐ സപ്പോസ് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് 11ാമത്തെ ചോദ്യത്തിലേക്കാണ്.
ബയോമോളിക്യൂൾസ് ആർ carbohydrate, protein, lipid and nucleic acid. Okay, dash are the അല്ലെങ്കിൽ which are the ബയോമോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ബയോമോളിക്യൂൾസ് ആർ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ഫാറ്റ് ആൻഡ് ഓയിൽസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയും ചോദിക്കാം, റൈറ്റ് സം ഓഫ് ദ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ എക്സാമ്പിൾസ് ഫോർ ബയോമോളിക്യൂൾസ് ആർ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. അടുത്തതായിട്ട് ചോദിക്കാം നമ്മളോട് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ ബയോമോളിക്യൂൾസ് എന്ന്, ബയോമോളിക്യുലർ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എക്സാമ്പിൾസ് ഫോർ ബയോമോളിക്യുലർസ് ആർ കാർബോഹൈഡ്രേറ്റ് ആർ. ഓക്കെ, ബയോമോളിക്യൂൾസ് ആർ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് 13ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ദ എക്സാമ്പിൾസ് ഫോർ ബയോമോളിക്യൂൾസ് ലിപ്പിഡ് ആർ. അതായത് ബയോമോളിക്യുലർ ലിപ്പിഡിൻ്റെ ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ എഴുതുകയാണ് ഫാറ്റ് ആൻഡ് ഓയിൽസ് എന്ന് എഴുതാം. 12ാമത്തെ ചോദ്യം ചോദിക്കുക, എക്സാമ്പിൾ ഫോർ ബയോമോളിക്യൂൾസ് കാർബോഹൈഡ്രേറ്റ് ആർ. ഓക്കെ, മുകളിൽ തന്നിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്നത് ലിപ്പിഡിന് ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് 10ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, രണ്ടാമതായിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ബയോമോളിക്യൂൾസ് ആർ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇനി തന്നിരിക്കുന്നതാണ് ദ എക്സാമ്പിൾ ഫോർ ബയോമോളിക്യുലർ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ബയോമോളിക്യൂളിൻ്റെ ഉദാഹരണമാണ് തന്നിരിക്കുന്നത് ഗ്ലൂക്കോസ്, ഫാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. എക്സാമ്പിൾ ഫോർ ബയോമോളിക്യുലർ ലിപ്പിഡ്. ലിപ്പിഡ് എന്ന് പറയുന്നതിന് ലിപ്പിഡിൻ്റെ ബയോമോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ് ഫാറ്റ് ആൻഡ് ഓയിൽസ്. എക്സാമ്പിൾ ഫോർ ബയോമോളിക്യുലർ പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ എന്ന് പറയുന്ന ബയോമോളിക്യൂളിൻ്റെ ഉദാഹരണമാണ് എൻസൈം, ഹോർമോൺസ് ആൻഡ് ആൻറ്റിബോഡീസ്. മനസ്സിലാക്കുക, ഏറ്റവും ആദ്യം നമ്മൾ പഠിഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ബയോമോളിക്യൂൾസ് തന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. നമുക്ക് തന്നിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 15ാമത്തെ ദ എക്സാമ്പിൾ ഫോർ ബയോമോളിക്യുലർ ന്യൂക്ലിക് ആസിഡ് ആർ DNA ആൻഡ് RNA. ഓക്കെ, ഇനി അടുത്തതായിട്ട് DNA-യും RNA-യുമാണ് ഏതിന് ബയോമോളിക്യുലർ ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ 16ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണ്. മെറ്റാബോളിസം ഈസ് ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ ലിവിങ് ബീയിങ്. ഓക്കെ, അപ്പോൾ ഡാഷ് ഈസ് ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ എ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? മെറ്റാബോളിസം എന്ന് പറയുന്നു. അല്ലെങ്കിൽ വാട്ട് ഈസ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സെൽ. ഓക്കെ, അത് വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലായിട്ടോ എഴുതാനായിട്ട് വരും. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 17ാമത്തെ ചോദ്യം ഇതാണ്. ദ ഫങ്ഷൻസ് ഓഫ് മെറ്റാബോളിസം ആർ. അതായത് മെറ്റാബോളിസത്തിൻ്റെ ഫങ്ഷനുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഏതെല്ലാം ജോലി ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യുന്നത്? ദ കൺവേർഷൻ ഓഫ് ദ എനർജി സ്റ്റോർഡ് ഇൻ ഫുഡ് ടു എനർജി അവൈലബിൾ ടു റൺ ദ സെല്ലുലാർ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് എഴുതാം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മെറ്റാബോളിസം എന്ന് ചോദിച്ചാൽ ഒരു ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദ കൺവേർഷൻ ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ഫുഡ് ടു എനർജി അവൈലബിൾ ടു ദ സെല്ലുലാർ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം മെറ്റാബോളിസം ഈസ് ദ ഡാഷ് കൺവേർഷൻ ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ഫുഡ് ടു ദ എനർജി അവൈലബിൾ ടു റൺ ദ സെല്ലുലാർ പ്രോസസ് എന്ന് എഴുതാം. രണ്ടാമതായിട്ട് ദ കൺവേർഷൻ ഓഫ് ഫുഡ് ടു ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ആൻഡ് സം കാർബോഹൈഡ്രേറ്റ്സ്. അതായത് രണ്ടാമത് എഴുതാം ദ ഫങ്ഷൻ ഓഫ് മെറ്റാബോളിസം ഈസ് എന്താണ് ചെയ്യുന്നത്? ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള പ്രോട്ടീനും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഒന്ന് ഫുഡിനകത്തുണ്ടായിരുന്ന എനർജിയെ നമ്മളുടെ സെല്ലിൻ്റെ മെറ്റാബോളിസത്തിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയെടുക്കുക. രണ്ടാമതായിട്ട് നമ്മളുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന
ഫുഡ് ഐറ്റങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫായിട്ടുള്ള പ്രോട്ടീനും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. ദ സൈൻ ഓഫ് ലൈഫ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യുലർ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ. ഓക്കെ, ദ സൈൻ ഓഫ് ഡാഷ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യുലർ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതണം സൈൻ ഓഫ് ലൈഫ് എന്ന് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ദ സൈൻ ഓഫ് ലൈഫ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം, അവിടെ എഴുതേണ്ടത് എന്താണ്, ആക്ഷൻസ് ഓഫ് ദ ബയോമോളിക്കുലർ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ എന്ന് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വരാം. ഇത് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ഒരു സെൻറ്റൻസിൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഏത് രീതിയിലും നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ദ സൈൻ ഓഫ് ലൈഫ് ആർ മാനിഫെസ്റ്റഡ്, അതായത് ജീവൽ പ്രക്രിയകളെ എന്താണ് ചെയ്തിരിക്കുന്നത്, ജീവൽ പ്രക്രിയകൾ നമുക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ ആക്കി തരുന്നത്. ഓക്കെ, ജീവൽ പ്രക്രിയകളെ നമുക്ക് കാണുവാൻ തരുന്ന രീതിയിൽ ആക്കി തരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക ഫാക്ട്സ് ആർ ഇൻസൈഡ് ദ ബയോമോളിക്യുലർ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ ആണ് ഇവയെ നമുക്ക് മാനിഫെസ്റ്റ് ആക്കി തരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യം. ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടുഗദർ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം കോൾഡ് മെറ്റാബോളിസം. അത് മുകളിലൊന്ന് പറഞ്ഞത് തന്നെയാണ്, എന്നാലും പറയുവാണ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടുഗദർ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കോൾഡ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക മെറ്റാബോളിസം എന്ന് എഴുതുക. ഇനി 20ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. മെറ്റാബോളിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു അനാബോളിസം ആൻഡ് കാറ്റാബോളിസം. ഹൗ ക്യാൻ വി ഡിവൈഡ് ദ മെറ്റാബോളിസം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മെറ്റാബോളിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു അനാബോളിസം ആൻഡ് കാറ്റാബോളിസം എന്ന് എഴുതാം. അല്ലെങ്കിൽ മെറ്റാബോളിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡാഷ് ആൻഡ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക അനാബോളിസം ആൻഡ് കാറ്റാബോളിസം എന്ന് എഴുതുക. ഐ സപ്പോസ് നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിലേക്ക് പോവുക. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ആർക്കെങ്കിലും ഹാർഡ് കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക്